ഇവന്റെ തൊടലിലും തൊട്ട് കാണിച്ചാൽ മതി. തൊടലിലും തൊട്ട് കാണിച്ചാൽ അവന്റെ അതാണ് ചലഞ്ച്. കാർലോന്റെ തൊടലിലും തൊട്ട് കാണിച്ചാൽ വലിയൊരു വള്ളി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കോട്ടയത്തുള്ള പിറ്റ്ബുളിന്റെ സീനില്ലേ, അപ്പൊ അവന്മാർ ഇന്നും വിളിച്ചായിരുന്നു. എന്തായാലും അവന്മാരെ തടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് രണ്ടിലൊന്നും എന്തായാലും അറിയാം. ഈ കുത്താട്ടോളം മേലെ കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ ചെക്കന്മാരെ കൊണ്ട് ഞാൻ വിളിച്ചായിരുന്നല്ലേ. അപ്പൊ നീ എന്റെ ഒരു ചലഞ്ചിങ് വീഡിയോ ഞാൻ സെറ്റ് ഇട്ടിട്ട് പുല്ല് പോലെ നീ ഇറക്കിയിട്ട് പോയി. നിനക്കുള്ള മിഠായി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കാത്തിക്കാൻ വേണ്ടി ഒരു മാസം എനിക്ക് ഉറക്കം പോലും വന്നില്ല. എന്റെ ചങ്ങിന് തള്ളിലിട്ടല്ലേ നീ പോയത്. നീ ഇറങ്ങി വാ. അതെ അവിടെയുള്ള ഇതെന്റെ കാറിലോ നിനക്കുള്ള മിഠായി. ഇതെന്നെ കടിച്ചത്, ഇതെന്റെ ചെക്കനെ കടിച്ചത്. ഇവന്റെ ഡോഗ് നിക്കുന്നത്. നിനക്കുള്ള അടുത്ത കടി നിനക്കിട്ടുള്ളത്. മൊത്തം 2 പേരെ കടിച്ചിട്ടുണ്ട്. അടുത്ത കടി 3ാമത്തെ ആള് നീയാ. ഓണറായ നിന്നെയും കടിച്ചു, ഓണറായ എന്നെയും കടിച്ചു, സെക്കൻഡ് ഓണറായ എബിയെയും കടിച്ചു. തലക്ക് കടിച്ചിട്ടുണ്ടോ? തലയിലും കടിച്ചിട്ടുണ്ട്. തലയൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ഒരു മൂഡ് വേറെയാണ്. ഇവനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ തൊടലിലും തൊട്ട് കാണിച്ചാൽ മതി. തൊടലിലും തൊട്ട് കാണിച്ചാൽ അവന്റെ അതാണ് ചലഞ്ച്. കാർലോന്റെ തൊടലിലും തൊട്ട് കാണിച്ചാൽ പിറ്റ്ബുള് കഴിഞ്ഞ പ്രാവശ്യത്തെ പിറ്റ്ബുള്. അപ്പൊ ഈ രണ്ടും ആണ് കേട്ടോ. അപ്പൊ എന്തായാലും അത് റോങ്ങിലേക്ക് വന്നു. അത് ഞങ്ങളിങ്ങനെ നിക്കാൻ നോക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ അതൊരു രണ്ടുപേർക്കും നല്ല ഇവരുടെ ഗ്യാങ്ങിലിടയിൽ ഇവർക്ക് കൊണ്ടു പറഞ്ഞാൽ നമുക്കൊരു ചലഞ്ച് വന്നു. അതൊരു സൗഹൃദമാണെങ്കിലും ആ ചലഞ്ചിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വിജയിച്ചു. അന്ന് മുതൽ ഇപ്പൊ ഒരു മാസമായിട്ട് ഇവരതിന്റെ രാവിലെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ രണ്ടും ഇത് പിറ്റുള്ള അതേ സാധനം പിറ്റുള്ളു. രണ്ട് സാധനമാണ് സെക്കൻഡ്. അപ്പൊ എങ്ങനെ എന്തായാലും ഒരു ചലഞ്ച് അതൊരു എപ്പോഴും നല്ലതാണ്. നമ്മളൊരു ഫ്രണ്ട്ലി ആണെങ്കിൽ എല്ലാ ചലഞ്ചും ഫ്രണ്ട്ലി വന്ന് മാത്രം പോരല്ലോ. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് കാറിനെ ചലഞ്ച് കിട്ടി. കാറിൽ എത്ര വയസ്സുണ്ട് പ്രായം? 3 വയസ്സ്. സ്പെഷ്യൽ ട്രെയിനിങ് എല്ലാം കൊടുത്താണോ അതോ? കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞോ, ഇതാണ് മൂപ്പരെ അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡോഗ് ഇതാണ് ആ കടിച്ച് പറിച്ച് ഇടിച്ചു പിടി വിട്ടിട്ടുണ്ടോ? എത്ര നേരം പിടിച്ചു വിടാനോ? ഒരു 10 മിനിറ്റ്. അപ്പത്തന്നെ ഇത്ര ഭാഗം പോയി കടിച്ചു പറിച്ചെടുത്ത് എന്റെ ഇവിടുന്ന് എന്റെ ഇറച്ചിയെടുത്ത് എന്റെ ശരീരത്തിൽ ഇറച്ചിയെടുത്ത് അങ്ങനെ തോണ്ടിക്കളയ. ഇത് ഇതാക്കിയിട്ട് വേറൊരു മൂടാണല്ലേ? സൈക്കാണ് ഇത്. സാധനം ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ APBT ആയിരുന്നു. ഇതാണ് ശരിക്കും പിറ്റ്ബുൾ കേട്ടോ. എടുക്കാറുള്ളൂ. അപ്പൊ ഓണറെ കടിച്ച പിറ്റ്ബുള്ള് പോലത്തെ APBT പോലത്തെ സാധനത്തിനൊക്കെ മച്ചാൻ ആർക്കും വേണ്ടാത്തവരെ അത് ഏതാ മൈൻഡ് മനസ്സിലായോ? ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കേട്ടോ. അതാണ് മച്ചാൻ വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചലഞ്ച് കിട്ടിയത്. അപ്പൊ ഇവനെ നമുക്ക് മച്ചാൻ പറഞ്ഞ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവന് തൊടലേലും തൊട്ട് കാണിച്ചാൽ അഴിക്കുകയാണെങ്കിൽ അഴിച്ച് എങ്ങനെ ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അതിൽ ഒരു കമന്റ് വന്നായിരുന്നു. ആ ഒരു കമന്റ് എല്ലാവർക്കും ചിലപ്പോൾ വരുന്നൊരു കാര്യമായിരിക്കും. നമ്മൾ ചെന്ന് ഈ കൂട്ടിന്ന് പുറത്തിറങ്ങാത്ത അല്ലെങ്കിൽ കൂട്ടിക്കിടക്കുന്ന ഡോഗിനെ നമ്മൾ പോയിട്ട് ലീഷ് ഇട്ടിങ് ഇറക്കി കഴിഞ്ഞാൽ അവർ നമ്മളോട് പുഷ് പോലെ ഇറങ്ങി വരുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. കടിക്കും. അത് നമുക്ക് അത് കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഡോഗുകളുണ്ടല്ലോ. ചില ഡോഗ് ഇപ്പൊ എന്റെ വീട്ടിലെ എന്റെ ജർമ്മൻ നമ്മുടെ അലാഡിനില്ലേ, അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് കൂട്ടിക്കിടന്നാൽ കുറേ ഉള്ളൂ. പക്ഷെ അവന് ഈ ദേശീയ കാര്യങ്ങളൊന്നും ഇല്ല. കൂട്ടിന്ന് കുറയ്ക്കും. അത് ഗാഡോഗാണ്, കൂട്ടിന്ന് കുറയ്ക്കും. പക്ഷെ പുറത്തിറങ്ങിയിട്ട് അവനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് എല്ലാവരുടെ വിചാരം അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഡോഗ്. അങ്ങനെയല്ല. നമുക്ക് വരുന്ന ഡോഗുകൾ എന്ന് പറഞ്ഞാൽ ഓണറെ കടിക്കോ അല്ലെങ്കിൽ കടിക്കുമെന്ന് മസ്റ്റായിട്ട് ഉറപ്പുള്ള ഡോഗിനാണ് നമുക്ക് ചലഞ്ച്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് കടിച്ചതാണ് ചെറിയ ടീമല്ലേ. കാണിച്ചെടുക്കണം. ഇതുണ്ടോ നമ്മളാ ഫസ്റ്റ് ഇന്റർവ്യൂ കാണിച്ച് മനസ്സിലായിട്ടോ. ഇത്രയും ഭാഗം കടിച്ച് ഇത് ഇവിടെ കുറെ സ്റ്റിച്ച് ഉണ്ടോ? പിന്നെ തലയിൽ ഇതുണ്ടോ? ഇതാ ഇത്ര സാധനം ഈ ഡോഗ് അടിച്ചാണ്. അപ്പൊ അതാണ് ഇവര് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളോട് പറഞ്ഞത്. അവന്റെ മൈൻഡ് അവന്റെ ടെമ്പർമെന്റ് ഇല്ലേ? കാർലോ എടാ കാർലോ ഞങ്ങൾ തമ്മിലേ
നിന്റെ ചേട്ടായും ഞങ്ങൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ച്, ബെറ്റല്ല, ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് കോമ്പി. നീയാണ് അതിന്റെ മെയിൻ ആള്. മനസ്സിലായോ? മറ്റേ കാറിൽ എത്ര വെയിറ്റ് ഉണ്ട്? ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട് ആണല്ലേ? നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണ്ട വെച്ചാൽ ഇവരുടെ ഫേസ് കണ്ടോ? ഫേസ് ഇപ്പൊ എന്റെ ഹെഡും ഇവന്റെ ഹെഡും എനിക്ക് വന്നത് അതിനേക്കാളും വലിയ ഹെഡ് ഉണ്ട് ഇവന്റെ. അപ്പൊ ഇത് ശരിക്കും പക്ക നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള പിറ്റ്ബുള്ളാണ്, പക്കയാണ്. പക്ഷെ ഇപ്പൊ ആ നിരോധനം എന്താ പിൻവലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റേയിലാ വന്നേക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പിറ്റ്ബുള്ള് ആയിക്കോട്ടെ, ഈ APBT ആയിക്കോട്ടെ, കഴിഞ്ഞ കാലത്ത് APBT എന്നൊക്കെ പറഞ്ഞു. അത് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ APBT പിറ്റ്ബുള്ളും വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ വളർത്തുന്ന കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. കുറെ പേര് നമ്മൾ പറയാറുണ്ട് എല്ലാ പട്ടിയും മനുഷ്യരെ കടിക്കില്ല. ശരിയാണ്, എല്ലാ പട്ടിയും മനുഷ്യരെ കടിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ജർമ്മൻ ആയിക്കോട്ടെ, ഏത് ഡോഗ് ആയിക്കോട്ടെ, ലാബ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാബ് മനുഷ്യരെ കടിക്കുന്നത് നമ്മൾ വിരളല്ല ചെയ്യുന്നത്. അതുപോലെ വിരളിൽ എണ്ണാവുന്ന കുറച്ച് ഡോഗ്സേ ഇതുപോലെ ഉള്ളൂ. അതുപോലെ ഉള്ളവന്മാരെയാണ് മച്ചാൻ തേടി പിടിച്ചിട്ട് കൊണ്ട് വെച്ചേക്കുന്ന കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ കാർലോ. തിരിച്ചോണം ഇവിടെ നിന്നോളാം. വെച്ചാൽ ഇവൻ ഒരു സൈക്കോ ആണ് അല്ലെ? സൈക്കോ കൂടാണ്. എപ്പോഴാണ് അവന് കടിക്കാൻ തോന്നുന്നത്, എങ്ങനെയാണ് കടിക്കാൻ പറ്റുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ലക്കാണ്. അപ്പൊ എടാ ഇവന്റെ പേര് വിട്ടു, കാർലോ എന്നാ ഇനി ഒച്ച ഉണ്ടാക്കണ്ട. ഇനി കാർലോ ഞാനും മിണ്ടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് കാർലോടെ പുറത്തേക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാർലോ എടാ ഷെയ്ക്കാൻ തരുമോ? കാർലോ ഇടയ്ക്ക് വന്നടാ. കയ്യെ പിടിച്ചാല് മച്ചാന്റെ കയ്യെ പിടിച്ച സീൻ കണ്ടാവോ? അത് കണ്ടിട്ട് ശരിക്കും ഈ ബൈറ്റ്, ഇവരുടെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഈ അല്ല മച്ചാൻ ഇങ്ങ് വന്നേ, ഈ ബൈറ്റിന്റെ അനുഭവം എന്ന് പറഞ്ഞോളൂ. എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. മച്ചാന് ബൈറ്റ് ഇടുമ്പോൾ അനുഭവം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒന്ന് തീരണം. അത് തീരണം. ഇത് എത്ര നേരം കൊണ്ട് ഇത് പിടിച്ചെടുത്തേ? 3 മണിക്കൂർ കയ്യിൽ പിടിച്ചു. ഇത് ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ കുറെ പേർക്ക് തള്ളാന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പൊ എന്തായാലും നമ്മളിപ്പം നമുക്കിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി പറയാം അല്ലേ ഡെന്നി? മച്ചാനെ ഇവിടെ നമുക്കിപ്പോ വേണമെങ്കിൽ ഉണ്ടാക്കി പറയാം. പക്ഷെ ഈ സീൻ എന്നാലും ഉണ്ടാക്കി കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് സീന്. അപ്പൊ എന്നാ മച്ചാനൊക്കെ അങ്ങോട്ട് വന്നു. ഞാൻ ചക്കരമായിട്ട് വർത്താൻ വേണ്ട. ഇനി ആരും ഒച്ച ഉണ്ടാകണ്ട. കാർലോ ഇത് ഷെയ്ക്കാൻ തരും. കാർലോ എടാ ഇത് ഷെയ്ക്കാൻ തരും. അവരെ വിട്ടേക്ക്. ഇത് നമ്മള് ഷെയ്ക്കാൻ തരും. ഷെയ്ക്കാനൊക്കെ അറിയോ ഇവർക്ക്? ഷെയ്ക്കാനൊക്കെ അറിയോ? ഒന്നും അറിയില്ല. അങ്ങനെ വേറെ കമാൻഡുകളൊന്നുമില്ല. എടുക്കുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. എന്താണ് ഷെയ്ക്കാനെന്നേ തന്നേ തന്നറാ? ഇവര് തുടച്ചെടുക്കുന്നത് ഇഷ്ടമാണോടാ? ആണോ? ഇഷ്ടമാണോ? ആഹാ നമ്മുടെ ചെക്കൻ മിണ്ടിയില്ല. സീനില്ലല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ആ പറഞ്ഞ കാര്യങ്ങള് ഒരു ഇൻട്രോ വീഡിയോ ഇപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകർ ചിലപ്പോ ഇതിൽ പറയും, നിങ്ങൾ ഈ തുടക്കത്തിലെ സാധനം അഭിനയം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ സ്ക്രിപ്റ്റ് ഇടേണ്ട ആവശ്യമില്ലാന്ന്. അപ്പൊ ഞാൻ അപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇൻട്രോ വീഡിയോ ചിലപ്പോൾ സ്ക്രിപ്റ്റ് ആയിരിക്കും. അത് ഞങ്ങൾ ഒരു പ്രേക്ഷകർക്ക്, നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ആ വീഡിയോ ചെയ്യുന്നത് ഒരു എന്താ പറയാ എല്ലാവർക്കും എന്റർടൈൻമെന്റ് വേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പോൾ 3 കൊല്ലമായി വീഡിയോ ചെയ്യുന്നു. 3 കൊല്ലമായിട്ട് നമ്മൾ ഒരേപോലെ ഇങ്ങനെ ഡോഗിന്റെ കാര്യം പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് ഇൻസ്റ്റാ റീലിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഷോട്ടാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ അതൊരു നമ്മളൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അതിനുശേഷം ഇങ്ങോട്ടുള്ള കാര്യങ്ങള് മച്ചാനിങ് വന്നേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ വീഡിയോ ഇല്ലേ, കഴിഞ്ഞ നമ്മുടെ വീഡിയോ, ആ വീഡിയോ നമ്മൾ ആ റോട്ടിൽ നിന്ന് തടഞ്ഞു നിർത്തി സീൻ ഇട്ടു. ഏത് നമ്മുടെ ഒരു ഇൻട്രോ എടുത്തു. ഇപ്പോഴും നമ്മൾ ഇൻട്രോ എടുത്തു. ഈ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡോഗിന്റെ അടുത്തേക്ക് പോകുന്ന മുതൽ ഒറ്റ ഷോട്ടാണോ? ഒറ്റ ഷോട്ടല്ലേ? ഇത്ര നേരം അല്ല അതല്ല, ഇത്ര നേരമായിട്ട് നമ്മൾ ഈ ഡോഗിന്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ ആ റോട്ടിൽ നമ്മൾ വീഡിയോ എടുത്തേ, ഇത്ര നേരമായിട്ട് നമ്മൾ ഡോഗിന്റെ അടുത്തേക്ക് വന്നായിരുന്നോ? ഇല്ല. അപ്പൊ ഞങ്ങള് ഈ നമ്മൾ ഇൻട്രോയിൽ നമ്മൾ എന്തൊരു അഭിനയിച്ചാലും ഇനിയിപ്പോ ഞങ്ങൾ കഥ പറഞ്ഞാലും ഞാൻ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡോഗിന്റെ അടുത്തേക്ക് പോയി തീരുന്നവരെ ഒറ്റ ഷോട്ടിലും, ഡോഗിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മുതൽ ഒറ്റ ഷോട്ടിലായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു വൈബിലും കണ്ടാൽ മതി. അപ്പൊ നമ്മുടെ കാറിലോ വലിയ കുഴപ്പമില്ല, ടച്ച് ചെയ്യാൻ പറ്റി. എന്നോട് മച്ചാൻ പറഞ്ഞത് അവന്റെ ലീഷിൽ പിടിച്ചാൽ മതി എന്നാണ്. പക്ഷെ
ആ ഒരു വിശ്വാസം ലീഷി പിടിക്കാൻ പറ്റാനുള്ള വിശ്വാസം മച്ചാനുണ്ട്. കാരണം ഇവിടെ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് വരുന്നതാണ്, ഡെയിലി വരുന്നതാണല്ലേ ഒരുപാട് പേര്. ആരും കാറിൽ ഇപ്പൊ വേറെ രസമുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി എത്ര പേരെ വിളിച്ചേ? 5 പേരെ വിളിച്ചു. കാർലോന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും മുങ്ങിന്ന് പറയാം അല്ലേ? എന്താണ് പക്ഷേ എന്താണാ ശരിയാക്കട്ടെ ഏട്ടായി കിട്ടുങ്ങാമണിങ്ങ് പറിക്കട്ടെ. ആണാണോ? ആണാണല്ലോ, പോണ്ട. പോട്ടെ നമുക്ക് ആണല്ലേ? ഓ അങ്ങനെയാവും. അപ്പൊ ആള് സൈക്കാണ്, നമ്മൾ വിചാരിച്ച ആളെന്നല്ല. ഞാൻ ഇവിടെ ഇരിക്കട്ടാ കാർലോ, ഇവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് നീങ്ങിക്ക്, ഞാൻ ഇവിടെ ഇരിക്കാം. തിരിച്ചെവിടെ ദേഹത്ത് കയറുന്ന മറ്റേ അറിയാലോ നമ്മുടെ ആ എന്നാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ മറ്റേ ഇത് ചെയ്തപ്പം ഒരിക്കലും നമ്മള് ഒരിക്കലും നമ്മള് മൗണ്ടിങ് ഉള്ള, അതായത് മെയിൽ ഡോഗിന്റെ അടുത്ത് പ്രത്യേകം നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇരുന്ന് കൊടുത്താൽ അവന്മാര് ഇപ്പൊ നമ്മൾ അവന്റെ അണ്ടറിലായി കഴിഞ്ഞാൽ സീനാണ്. അപ്പൊ അങ്ങനെ സീനുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കാറിലോ ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആറ്റം ബോംബായിരുന്നു. ഇത് വേറെ മറ്റേ എന്തായിരുന്നു, ഇത് മിസൈലാണ്. മിസൈല് ഇവനാള് മച്ചാമ്മനോട് കൈ കൊടുക്കരുതെന്ന്. കാരണം ഞങ്ങൾ ഇൻട്രോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ സൗഹൃദപരമായ ചലഞ്ചാണ്. പക്ഷെ ഈ സാധനം കിടുവാന്നുള്ള കാര്യം മച്ചാനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റേ APBT-നേക്കാളും കിടുവാണ്. ഇവനൊരു സൈക്കോ ആണ്. ഈ പറഞ്ഞ APBT എന്നത് സൈസിലെങ്കിലും ചെറിയ അന്ന് മച്ചാനൊക്കെ കയറി പിടിച്ചാലെങ്കിൽ നിൽക്കുമായിരുന്നു. ഏത് ബൈറ്റ് വന്നാലും ഇവൻ നിൽക്കുന്ന ടേപ്പല്ല കേട്ടോ. അപ്പൊ ഇതാണ് ചെക്കൻ. അപ്പൊ നമ്മുടെ എന്നാ യൂട്യൂബിന്റെ ലീസ്റ്റോക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു എന്നാ പിറ്റ്ബുള്ള്, അതും അഗ്രഷൻ തെളിയിച്ചിട്ടുള്ള പിറ്റ്ബുള്ളിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റി. അത് എന്തായാലും മച്ചാൻ തന്നത് ഭയങ്കര ഒരു കാര്യം കേട്ടോ. അപ്പൊ ഇവർ ഈ ഒരു വൈബുള്ള ആൾക്കാരെ തരുള്ളൂ, അങ്ങനെ കുഴപ്പമുണ്ട്. അല്ലാത്ത ആൾക്കാരൊന്നും ചിലപ്പം ഡോഗിനെ തരണമെന്നില്ല. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഈ ബൈറ്റിന്റെ കേസ് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ബൈറ്റ് വരുവാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരുന്നതിന്റെ ഒരു ലിമിറ്റിൽ നമുക്ക് എങ്ങനെയും പിടിച്ചു നിർത്താം. ഒരു കടി ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു 3 കൊല്ലമായിട്ട് നമ്മൾ ഒരു ഫീൽഡ് ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താണ് ബൈറ്റ് നിങ്ങൾ വരും, ബൈറ്റിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കാറില്ല എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ ബൈറ്റ് പ്രതീക്ഷയാണ് ചെല്ലുന്നത്. അപ്പൊ നമുക്കൊരു കടി വന്നാലും നമ്മുടെ ഓവർ നമുക്ക് അങ്ങോട്ട് വിഷയം വരാത്ത രീതിയിൽ കടി പിടിച്ച് നിർത്തി, അതായത് നമുക്ക് വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഞാനിപ്പോ ഒരു 3 കൊല്ലം കൊണ്ട് ഞാൻ എന്താ പറയാ ആർജിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. ടിജോയ്ക്ക് മനസ്സിലായി. ടിജോ ഇപ്പൊ 6 മാസമായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് കിട്ടോ. അപ്പം ഇവിടെ നമുക്ക് ബൈറ്റ് വന്നാൽ ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കാം എന്നൊരു ധാരണ ഇവരോട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പിടിച്ചു മാറ്റലും പരിപാടിയൊക്കെ ഇവരെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ കാർലോ. ആള് കിടുവല്ലേ? ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇവന്? 2 വയസ്സാകുന്നുണ്ട്. 2 വയസ്സാവുന്നതിന് മുന്നേ തന്നെ എത്ര ബൈറ്റ് കിട്ടി? കുറെ ഡോഗിനെ കടിച്ചിട്ടുണ്ട്. ഇവരെ 2 പേരെയും മെയിൻ ആൾക്കാരെ 2 പേരെയും കടിച്ച് തീരുമാനം ചെറിയ സ്റ്റിച്ച് നല്ല കേട്ടോ, നല്ല അടിപൊളി സ്റ്റിച്ചാണ്. ഇതിന്റെ സീനൊക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ യൂട്യൂബിന് സ്ട്രൈക്ക് വരും. അല്ലെങ്കിൽ ഞാൻ ശരി അമ്മയുടെ ചങ്ക. ഇവിടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയുടെ ഭയങ്കര ഏതാ ആണോ? അത്ര പൈസയായി പറഞ്ഞില്ല. 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. തല ഈ കയ്യിൽ ഇതാണല്ലോ, കൈനേക്കാളും സീൻ ആദ്യം തലയിലെ പിടിച്ച ആണോ? 4 കുഴി. അതായത് ആദ്യം തലയെ പിടിച്ച്, തലേന്ന് ഇറച്ചിയടക്കം വിട്ടു പോന്നപ്പോഴാണ് അടുത്ത കയ്യേക്കറി പിടിച്ചത്. അപ്പൊ അവിടുന്ന് അവൻ പിടിച്ച സ്ഥലത്തുനിന്ന് വിട്ട് കഴിഞ്ഞിട്ടാണ് സാധനം പിടിച്ചത്. അതാണ് ചെക്കൻ. തിരിച്ചങ്ങ് മാറാ. ചെക്കന്റെ ഇരിപ്പ് കണ്ട. ഇതെന്താ ചെക്ക? ഇങ്ങ് വന്നേ, വാ എടാ, ഇങ്ങ് വന്നേ, വാ കൊച്ചിങ് വാ, ഇവിടെ ഇരിക്കാം, ഇവിടെ വാടാ. അപ്പൊ ഇന്ന് നമ്മള് അഴിച്ചു നടക്കൊന്നും വേണ്ടല്ലോ മച്ചാൻ, ഇന്ന് അഴിച്ചു നടക്കൊന്നും വേണ്ടല്ലോ. ഇതുപോലെ അല്ലേ? ഇതുപോലെ ചെക്കൻ. ഇനി നമുക്കുള്ളത് വേറൊരു കിടുവാണ്. അപ്പം അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏത് നമ്മൾ ഇന്റർവ്യൂ കാണിച്ചൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇനി നരി. അതിന്റെ പ്രത്യേകത എന്താ, അവരുടെ പല്ലിന് എത്ര കിട്ടുന്നുണ്ടല്ലേ? ഇത്ര നീട്ടമുണ്ട് അവരുടെ പല്ല്. 1.5 ഇഞ്ച് സൈസ് ഉണ്ട്. അത് പക്ക വേട്ടപ്പട്ടിയാണ് കേട്ടോ, അല്ലെ? ടെറിയർ, പിറ്റ്ബുൾ ടെറിയർ ആണ്. അപ്പൊ നമ്മള് അവന്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരുന്നത്. സൈക്കോ പട്ടിയിൽ വിജയിച്ചു. ഇനി സൈക്കോ അല്ലാത്ത ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ എന്തായാലും ഇതൊരു വൈൻഡപ്പ് ചെയ്തിട്ട്, അപ്പൊ എന്തായാലും എന്നാ ഇപ്പൊ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സൗഹൃദപരമായിട്ടാണെങ്കിലും ഇത് ഇവരുടെ മനസ്സിൽ കൊണ്ടുവരാൻ കിടക്കുന്നത്. അത് നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒരാൾ നമുക്കൊരു ചലഞ്ച് തരുന്നു. ആ ചലഞ്ചിൽ നമ്മൾ ഫസ്റ്റ് ടൈം വിജയിക്കുന്നു. ഇവരുടെ ഒരു ഏരിയ ആണിത്. ഇവരുടെ ഏരിയയിൽ വന്ന് നമ്മളൊരു ചലഞ്ച് നമുക്ക് തരാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം കേട്ടോ. പക്ഷെ എന്തായാലും ഈ ചലഞ്ചിന്റെ ഇപ്പൊ ചെയ്ത സാധനത്തിന്റെ റിവ്യൂ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിക്കേണ്ടതാണ്, പിടിച്ചില്ല. ഭാഗ്യമുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ? ഒരു ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഭാഗ്യം ഉള്ളത് തന്നെയാണ്, അല്ലാതെ ഒന്നും സാധിക്കത്തില്ല. ഇല്ല.
പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഈ നെഗറ്റീവ് എടുത്ത് പറഞ്ഞല്ല, നമ്മുടെ പ്രേക്ഷകരെപ്പോഴും നമ്മുടെ കൂടെയാണ് നമുക്കറിയാം, നമ്മുടെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർ. കാരണം നമുക്കൊരു 1000 കമന്റ് വന്നാൽ ഒരു കമന്റ് ആണ് നെഗറ്റീവ് വരിക. ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരാണ് ആ നെഗറ്റീവിൽ വന്നത്. അപ്പോൾ നമ്മുടെ മച്ചാൻ തന്നെ നമുക്ക് അവർക്ക് അങ്ങ് അവസരം കൊടുത്തേക്കാം അല്ലെ. ഈ പറഞ്ഞ ആർക്കും ആ കമന്റ് ഇട്ട ആർക്കോ അല്ലെങ്കിൽ ഇനി അങ്ങനെ താല്പര്യമുള്ളവന്മാർക്കോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക. ഈ പറഞ്ഞ ആ പിറ്റ്ബുള്ളിനെയും ഈ പറഞ്ഞ ഈ സാധനം നിങ്ങൾ ഡയറക്റ്റ് ഇതുപോലെ വരിക. ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ട് സ്റ്റേ അടിച്ചിട്ട് ചെയ്യുന്നവരുടെ അല്ല. നമ്മൾ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഈ 5 മിനിറ്റ് ഞാൻ വന്നപ്പോ മുതൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ആയെങ്കിലും ഞങ്ങൾ ഈ വഴിയിലാണ് ഞങ്ങൾ ഇൻട്രോ എടുത്ത്. ഈ വഴി നേരെ പോയി ഇൻട്രോ എടുത്ത് ഇവിടെ വന്നു. ഡോഗിന്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് വന്നിട്ട് വീഡിയോ എടുക്കാം അല്ലേ? വീഡിയോ എടുക്കാം. കമന്റ് ഇട്ടോ, ഞങ്ങൾ വിളിച്ചോളൂ. നിങ്ങളുടെ നമ്പർ കമന്റ് ഇട്ടാൽ മതി. ഞങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കമന്റ് ഇടുക, അതിൽ ഞങ്ങൾ വിളിക്കും. ഞാനും വരും കൂടെ, നിങ്ങൾക്ക് ഈ ഡോഗിനെ കഴിക്കാം. ഓക്കെ അല്ലേ? ഈ ഞാൻ പറയുന്നത് എനിക്ക് മാത്രം അഴിക്കാൻ പറ്റുന്നല്ല പറഞ്ഞത്, നമ്മുടെ കേരളത്തിലുള്ള പലവർക്കും അഴിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് ഈ നമ്മളിങ്ങനെ ഗാലറി ഇരുന്ന് ചുമ്മാ തള്ളരെന്ന് പറഞ്ഞു മനസ്സിലായത്. ഞങ്ങൾ അങ്ങനെ ഇട്ടാണ്, ഞങ്ങൾ ഇങ്ങനെ ഇട്ടാണ്. പക്ഷെ ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 100-ൽ ഒരാൾക്ക് പറ്റുമായിരിക്കും, വേണ്ട ചിലപ്പോൾ 1000-ൽ ഒരാൾക്ക് പറ്റുമായിരിക്കും. ആർക്ക് പറ്റിയാലും അല്ല, നമ്മളിപ്പോ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞാൻ ഇന്നേ വരെ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇത് എനിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളത് വീഡിയോ എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഇടുന്നു. അപ്പൊ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് ധൈര്യത്തിൽ വന്നില്ല. ഇവരുടെ ഉണ്ട് ഡോഗ് ഇവരുടെ അടുത്ത മാസം കിടപ്പുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ആരാ ഞങ്ങൾ ജോലി ഇങ്ങനെ ജോലി ഇവളാണ് അഭിനയ സിംഹം. നമ്മളവിടെ മറ്റേ വഴി നിന്ന് അഭിനയിച്ചോണ്ടിരുന്ന ഇവളാട്ടോ ജോലി. ഇവൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആണോ? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവന്റെ ദേഹത്തൊന്ന് തട്ടിക്കഴിഞ്ഞ ബ്രദർ ഇപ്പൊ തട്ടിക്കഴിഞ്ഞ ഇപ്പൊ ബ്രദറിനെ കയറി പിടിക്കും. നമുക്ക് ഇങ്ങോട്ട് മാറിക്കാം. ചുമ്മാ തിരിച്ചോടെ നിൽക്കണം. ചുമ്മാ തട്ടിയാ കയറി വേണ്ട. ഞാനൊന്ന് അടിക്കണ്ടേ? റോട്ടിന്റെ ആൾക്കാരാണ് അവരുടെ നേരെ അതല്ല ഇത് ഇവിടെ കേട്ടോ. നോക്ക് ഞാൻ ജോലി പിടിച്ചടാ ജോലി ഇതേണ്ട പഠിക്കാൻ പറഞ്ഞ ആളെ കയറി ചാടി പിടിച്ചോ. അതാണ് ടീം ഇട്ടാ. അതാണ് അതിന്റെ ഒരു സംഭവം. നോക്ക് പിടിച്ചു ഇവിടെ വട്ടം കയറി പിടിച്ചു. പക്ഷെ പല്ലമ്മക്ക് ഇട്ടതുണ്ട്. എത്രയാ അതാണ് ടീം. ഇതുണ്ടോ കല്ല് 1 2 ജോലിക്ക് വന്നേ. ഇനിയിപ്പോ നമ്മള് ഇവിടെ തൊട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. അവൻ പറഞ്ഞാലേ ഉള്ളൂ. അവൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. എന്നെ പിടിച്ച കണ്ണാണ് കണ്ടില്ലേ? ഇത്ര ഉള്ള സംഭവം. പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ പിടിച്ചോ ഇവിടെ. അപ്പൊ ഇത് വേറെ കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെ അവളെ പിടിച്ചെങ്കിലും അവൾ എന്തുകൊണ്ട് മുറിച്ചില്ല എന്നുള്ള കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഞാനത് പ്രിപ്പയർ ആണ്. ഓക്കെ, മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ആണ്. ഇപ്പൊ ഇവര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഡോഗ് പിടിക്കുന്ന ഡോഗാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ അവിടുന്ന് മച്ചാൻ പിടിക്കാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കാനുള്ള ഡോഗ് പിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അതിന് മുമ്പ് പേടിച്ച് ഈ ഡോഗ് എപ്പോൾ വേണം ബൈറ്റ് ചെയ്യാം, എത്ര വേണം. അപ്പൊ എന്റെ ബോഡി ലാംഗ്വേജ് മാറുമോ കാര്യങ്ങൾ ചെയ്താൽ ഇപ്പൊ അവള് പിടിച്ച പിടിയെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, അവള് പല്ലിറക്കിയിട്ടില്ല, അവളൊന്ന് കമ്മി വിട്ടു. അവള് ഇവര് പറഞ്ഞ കാര്യം അവള് ചെയ്തു എന്നോട്. പക്ഷെ എന്നോട് അവക്കൊരു ബോണ്ട് ഉണ്ട്. ഇവര് പറഞ്ഞ കാര്യം ഇവര് ചെയ്യണമല്ലോ, അതാണല്ലോ ഇവളുടെ ഡ്യൂട്ടി. അപ്പൊ അവള് കയറി പിടിച്ചു, എന്നെ മുറിക്കാതെ അങ്ങ് വിട്ട്. ഈ പറഞ്ഞ ഇപ്പൊ വേറൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അവള് മുറിച്ചിട്ട് പേടിച്ചാൽ മുറിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. കണ്ടോ ആ ഒരു സാധനം കണ്ടില്ലേ, ഒരു റോട്ട് കയറി പിടിച്ചത് കണ്ടില്ലേ? അപ്പൊ അങ്ങനെ സാധനങ്ങൾ ഇവരുടെ തൊണ്ടിട്ടാ. അപ്പൊ അതാ പറഞ്ഞ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ പോരെ, നമുക്ക് അവസരങ്ങൾ നമ്മൾ ഇനിയും തരുന്നതായിരിക്കും. അപ്പൊ ബൈ. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.